friends, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ Canon എന്ന കമ്പനിയുടെ പുതുതായി ലോഞ്ച് ചെയ്ത Canon GM4070 എന്ന പ്രിന്ററിൽ എങ്ങനെ ഐഡി കാർഡ് പ്രിന്റ് ചെയ്യാം അല്ലെങ്കിൽ ഐഡി കാർഡ് പ്രിന്റിംഗ് ഓപ്ഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള സിമ്പിൾ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പ്രിൻ്ററിൽ ആദ്യം നമ്മൾ കോപ്പി മോഡ് സെലക്ട് ചെയ്യുക. ഡിസ്പ്ലേയിൽ കണ്ടില്ലേ കോപ്പി മോഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം ഈ മെനു എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിൽ കുറേ ഓപ്ഷൻസ് കാണാൻ കഴിയും നമുക്ക്. ഓക്കെ, അതിൽ നമുക്ക് ഫസ്റ്റ് കണ്ട സ്പെഷ്യൽ കോപ്പി എന്നുള്ള ഓപ്ഷന് ഒന്നിന് കാണിച്ചു തരാം. മെനു ക്ലിക്ക് ചെയ്തു. ഈ സ്പെഷ്യൽ കോപ്പി എന്നുള്ളത് അത് ഓക്കെ എന്ന് സെലക്ട് ചെയ്യുക. ശേഷം ഇതിലും കുറേ ഓപ്ഷൻസ് കാണാൻ കഴിയും. അതിൽ ലാസ്റ്റ് ഒരു ഓപ്ഷൻ കാണാം, ഐ ഡി കാർഡ് കോപ്പി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഐ ഡി കാർഡ് കോപ്പി എന്നുള്ള മോഡലാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇനി സാമ്പിളായിട്ട് ഞാൻ എൻ്റെ ഒരു കാർഡ് ഞാൻ യൂസ് ചെയ്യുകയാണ്. അതിൻ്റെ ഫ്രണ്ട് ഭാഗം ആദ്യം വെച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, സ്റ്റാർട്ട് എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അതായത് നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ ഉപയോഗിക്കുന്ന സാധാ ഈ പ്രിൻ്ററിൽ ഫോട്ടോസ്റ്റാറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ സ്റ്റാർട്ട് എന്നുള്ള ക്ലിക്ക് ചെയ്തു. അത് നമ്മളിപ്പോൾ ശ്രദ്ധിക്കുക, ഐ ഡി കാർഡ് കോപ്പി മോഡ് എന്നുള്ള ഓപ്ഷനിലാണ് ഇപ്പോൾ പ്രിൻ്റർ ഉള്ളത്. ഞാൻ സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ സ്കാൻ ഫ്രണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാണ്ട് അത് ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡിസ്പ്ലേയിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം കുറച്ച് നേരം. ഡിസ്പ്ലേയിൽ ചെറുതായിട്ടൊന്ന് കമാൻഡ് മാറുന്നത് കാണാൻ കഴിയും. ഓക്കെ, യെസ്, കണ്ടില്ലേ. ഇപ്പോൾ സ്കാൻ ബാക്ക് എന്നുള്ള ഓപ്ഷൻ, അതായത് നമ്മൾ ഈ മാറ്ററിൻ്റെ ബാക്ക് സൈഡും അതേപോലെ തന്നെ അതേ പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ സ്കാൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അത് മാറ്റി വെച്ചതിന് ശേഷം ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ബാക്ക് സൈഡും സ്കാനിങ് കഴിഞ്ഞാണ്ട് ഇപ്പോൾ പ്രിൻറ്റിങ് എന്നുള്ള ഓപ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ബാക്ക് സൈഡും സ്കാനിങ് കഴിയാറായിട്ടുണ്ട്. ശേഷം പ്രിൻറ്റിങ് എന്നുള്ള ഓപ്ഷനാണ്. ഇപ്പോൾ ഏകദേശം പേപ്പർ പിക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യണം, ചെറുതായിട്ടൊന്ന് സ്ലോ ഉണ്ട്. അങ്ങനെ കാരണം രണ്ട് സൈഡും സ്കാൻ ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് സ്ലോ ഉണ്ടാവും. പ്രിൻ്റർ ഇപ്പോൾ പേപ്പർ പിക്ക് ചെയ്തിട്ട് പ്രിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പേപ്പർ പ്രിൻ്റ് ചെയ്ത് പുറത്തോട്ട് വരുന്നത് കാണാം. അപ്പോൾ ആദ്യം വരുന്നത് ഫ്രണ്ട് സൈഡായിരിക്കും, അതിന് താഴെയായിട്ട് ബാക്ക് സൈഡാണ് വരിക. നമുക്ക് വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതേപോലെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.